നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 626 626. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 626. ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലീലാകാന്ഡത്തിൽ 120-ാം സർഗം ഉദ്ധവരുടെ ഗോകുലയാത്ര ഭാഗം 5. ഒരു ഭാഗം കൂടി ഉണ്ട്. ഈ 5 താരതമ്യേന കുറച്ച് വലിയ അതെ 54 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 22-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. മധുരാപട്ടണത്തെങ്കൽ വാഴിയിലും വ്രജഭൂമിയിൽ ഗോപീ മനസ്സാം പൂമ്പട്ടുമെത്തമേൽ വിഹരിപ്പൂ ഞാൻ. കൃഷ്ണൻ ഒരു കൺഫഷൻ നടത്തുകയാണ്. ഭക്താഗ്രശ്രേണിയുടെ ഉത്തുംഗ ശൃംഗത്തിലിരിക്കുന്ന ഗോപസ്ത്രീകളാകുന്ന വനിതകൾ പൂമ്പട്ട് വിരിച്ചതിലാണ് ഞാൻ പള്ളി കൊള്ളുന്നത്. ഇതിനേക്കാൾ വലിയൊരു ചാരിതാർത്ഥ്യം ഗോപസ്ത്രീകൾക്ക് വേണ്ട. പരമശയോ. അപ്പോൾ അവർ തമ്മിലുള്ള പരിചയപ്പെടാൻ 6-7 വയസ്സിലാണ്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്ന് ഉതിർന്ന് വീഴുന്ന ഹ്രീം അല്ലെങ്കിൽ ക്ലീം ആ ഒരു കാമരാജമന്ത്രധ്വനി കേട്ടിട്ടാണ് ഇവർ ആകൃഷ്ടനാവുന്നത്. അപ്പോൾ നമ്മളെപ്പോലെ കാമനകളുള്ളവരല്ല ഗോപസ്ത്രീകൾ. അതിനവർക്ക് തക്കതായിട്ടുള്ള ക്രെഡൻഷ്യൽസ് ഭഗവാന്റെ വായിൽ നിന്ന് തന്നെ കിട്ടി അല്ലേ? ദൂത് മുഖാന്തരം ഉദ്ധവരാകുന്ന ദൂത്. ഉദ്ധവരാരാ? ദേവഗുരു ആയിരിക്കുന്ന ബൃഹസ്പതിയുടെ ശിഷ്യനാണ്. അപ്പോൾ ഇനി നമുക്ക് 23-ാമത്തെ ശ്ലോകം നോക്കുക. സച്ചിദാനന്ദരൂപൻ ഞാൻ ജഗത്തായി നിൽപ്പതെങ്ങിനെ. നിങ്ങൾക്കറിയാലോ ഞാൻ ആരാ? സച്ചിദാനന്ദ സ്വരൂപൻ ഞാൻ. എനിക്ക് രൂപമില്ല, എനിക്ക് ശരീരമില്ല, ഞാൻ മനുഷ്യനല്ല, ഞാൻ മനുഷ്യജന്മാണ്. സച്ചിദാനന്ദരൂപൻ ഞാൻ ജഗത്തായി നിൽപ്പതെങ്ങിനെ എന്നോർത്തിയിടായക ഇത് എൻ മായാശക്തിയാൽ അചിന്യമാം. നിങ്ങൾക്ക് അത് സാധാരണക്കാരന് എന്നെപ്പറ്റി അറിയില്ല. അചിന്യം, ചിന്തിക്കാൻ സാധിക്കില്ല. പൃഥിവ്യാദികളായാലും ആത്മാവിലവൻ കറപറ്റ ശുദ്ധസ്വരൂപത്തിൽ എന്നെന്നും മധു ചിന്മയം. എനിക്ക് നിങ്ങളെ പറ്റിയിട്ടുള്ള ധാരണ എന്താ? നിങ്ങൾ ചിന്മയം, എൻ്റെ ചിതാകാശ, ഞാൻ ആ പരമാത്മാവാണ്, ഞാൻ ബ്രഹ്മാണ്. നിങ്ങളും ബ്രഹ്മം തന്നെ, പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അഹം ബ്രഹ്മാസ്മി എന്നുള്ള നിലയിൽ എത്തിയവനും ഭഗവാനും കൂടി വ്യത്യാസമില്ല. അപ്പോൾ പൃഥിവ്യാദികളായാലും ആത്മാവിൽ അവൻ തൻ കറപറ്റ ശുദ്ധസ്വരൂപത്തിലെന്നും അതോ ചിന്മയം. ദേവൻ വിപ്രൻ കൃശൻ മൂഢൻ വൃദ്ധൻ തരുണൻ ഈ വിധം അസംഖ്യം ഭാവരൂപങ്ങളിൽ തോന്നിപ്പതൊക്കെയും മായാണ് അല്ലേ? കൃശഗാത്രനാണ്, തടിയുള്ള ആളാണ്, നീളം കൂടും, കുറിയവനാണ്, പണ്ഡിതനാണ്, പാമരനാണ്. ഇതൊക്കെ ഭ്രമ. സത്യത്തിൽ ആത്മാവ് ഒന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേവൻ വിപ്രൻ കൃശൻ മൂഢൻ വൃദ്ധൻ തരുണൻ ഈ വിധം അസംഖ്യം ഭാവരൂപങ്ങൾ അതിൽ തോന്നിപ്പതൊക്കെയും കേവലം ദേഹമാം ഞാനെന്നുറച്ചോരഭിമാനമാം. ഇപ്പോൾ പെൺകുട്ടീനെ കല്യാണത്തിന് മകനെ മരുമകളെ ഉഡ്ബി വധുവായിട്ട് ഒരു കുട്ടി വേണം. അവൾ കറുത്തതാണ്, മെലിഞ്ഞതാണെന്ന് ആരാ പറഞ്ഞത്? ദേഹാഭിമാനികളാണ്. ദേഹാഭിമാനികളാരാ? അജ്ഞാനികളാണ്, വിവരമില്ലാത്തവരാണ്. സ്ത്രീയും പുരുഷനും ആത്മാവിൻ്റെ പ്രതലത്തിൽ ഒന്നാണ്.
ഇതൊന്നും അറിയണില്ല നമ്മൾ സത്യത്തിൽ. ദേവൻ വിപ്രൻ കൃഷൻ മൂടൻ വൃദ്ധൻ തരുണൻ ഈ വിധം അസംഖ്യ രൂപങ്ങൾ അതിൽ തോന്നിപ്പതൊക്കെയും കേവലം ദേഹമാം ഞാനെന്നുറച്ചൊരു അഭിമാനമാം. ദുരഭിമാനാണത്. ഞാൻ ഇനി വരുന്ന 2 വരിക്ക് ഹരേന്ന് എഴുതിയിട്ടുണ്ട്. ഇനി എന്താണെന്ന് നോക്കുക. അമ്മട്ടിലോർത്തു പോകാവിൻ എന്നെ, മറ്റുള്ളവരെ പോലെ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ എന്നെ കാണരുത്. പറഞ്ഞിട്ടുണ്ടോ? അമ്മട്ടിൽ ഓർത്തു പോകാവിൻ, അമ്മട്ടിൽ ഓർത്തു പോകാവിൻ എന്നെ ഓരോ ഗുണങ്ങളാൽ അതിൽ വാഴുകിലും പൂർണ്ണജ്ഞാനം മങ്ങിൽ ഒരിക്കലും. പൂർണ്ണജ്ഞാനം. ഞാൻ ജ്ഞാനസ്വരൂപനാണ്. ജ്ഞാനികൾ എന്നോടൊന്നും വേണം എന്ന് പറയില്ല. കാരണം എന്താ? അവരും ജ്ഞാനമുള്ളവരാ. ഞാൻ ജ്ഞാനം സ്വരൂപമായിട്ടുള്ളവരാണ്, അവരും ജ്ഞാനം സ്വരൂപമായിട്ടുള്ളവരാ. അവരൊന്നും എന്നോട് ചോദിക്കില്ല. എന്തേ ചോദിക്കാനുള്ളത്? കാശ് വേണം കാശ് വേണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പ്രാർത്ഥിച്ചതുകൊണ്ട് കാശുണ്ടാവുമോ? അവരവരുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത കാശല്ലേ നമുക്ക് ATM ഒന്നും ചെക്കായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അത് നമ്മൾ ടാക്സ് പേടിച്ചിട്ട് നമ്പർ 2 തലയണയിൽ നിറച്ച് വയ്ക്കും. പേടിച്ചിട്ട് ഉറങ്ങൂല്ല. മരിച്ചാൽ കൊണ്ടുപോവോ? ഇല്ല. ആരെങ്കിലും 10 ഉറുപ്പ്യ ചോദിച്ചാൽ കൊടുക്കുമോ? ഇല്ല. കാരണം എന്താ? കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല മനസ്സ് വേണം. ആ മനസ്സുള്ളവർ എത്ര ആൾക്കാരുണ്ട്? ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക എന്ന വ്യാജേന ക്ഷേത്ര താല്പര്യങ്ങൾ അറിയാത്തവരല്ലേ ക്ഷേത്രം നടത്തുന്നത്? വളരെ ദുഃഖമുണ്ട് കാര്യത്തിന്. അപ്പോൾ അമ്മട്ടിലോർത്തു പോകാവിൻ എന്നെയോ ഓരോ ഗുണങ്ങളാൽ അതിൽ വാഴുകിലും പൂർണ്ണജ്ഞാനം മങ്ങിൽ ഒരിക്കലും മായാഗുണങ്ങൾ തട്ടാത്ത സച്ചിദാനന്ദ വസ്തു ഞാൻ. എനിക്ക് മായില്ല, എനിക്ക് ശരീരബന്ധമില്ല, എനിക്ക് ആക്രാന്തില്ല. ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ രുക്മിണി പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ട് ഒരു സ്ത്രീരൂപം എടുത്ത് അതിനെ ഇമിറ്റേറ്റിംഗ് ജ്വല്ലറി ഇട്ടാൽ തന്നെ ഈ രാമായണത്തിൽ രാവണൻ്റെ മകൻ ഇന്ദ്രജിത്ത് തൻ്റെ അനിയൻ അക്ഷയകുമാരനെ കൊന്ന ഹനുമാനെ പിടിച്ചു കെട്ടാൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ബ്രഹ്മാസ്ത്രം വരുമ്പോൾ തന്നെ നാരായണ നാരായണ, ഇദ്ദേഹം രാം രാം എന്ന് പറഞ്ഞ് അതിനങ്ങോട്ട് സ്വീകരിച്ചു. തൊഴുതു നിന്നു. അപ്പോൾ ബ്രഹ്മാസ്ത്രം ഇയാളെ ചുറ്റി വരിഞ്ഞു, അനങ്ങാൻ പറ്റാണ്ട്. ഓ സന്തോഷം. അപ്പോൾ രാക്ഷസന്മാർക്ക് ഇയാളെ എടുത്തു കൊണ്ടുപോകണം രാവണ സവിധത്തിൽ. വേറെയും കയറുകൊണ്ട് കെട്ടി വിരിഞ്ഞു. അപ്പോൾ ബ്രഹ്മാസ്ത്രം അടർന്നുപോയി. കാരണം ബ്രഹ്മാസ്ത്രത്തിൽ പ്രയോഗിച്ച ഒരാൾ, അയാളുടെ സിൽബന്ധികൾ അതിന് ബലമില്ല എന്ന് മനസ്സിൽ കരുതിയിട്ടല്ലേ വേറെ കയറുകൊണ്ട് കെട്ടണത്. അപ്പോൾ ബ്രഹ്മാസ്ത്രം സ്വയം വിഡ്രോ ആയി എന്ന് ഹനുമാൻ അറിഞ്ഞാൽ വേണമെങ്കിൽ ഹനുമാൻ കൊതറാം. പക്ഷെ ഹനുമാൻ കൊതറിയില്ല. കാരണം എന്താ? ഇവരെന്നെ എടുത്തു കൊണ്ടുപോകാൻ പോവുക രാവണൻ്റെ സവിധത്തിൽ. ഞാനെന്തിനാ നടന്നു പോകണത്? ഞാനെന്തിനാ ചാടിപ്പോണത്? അതാർക്കേ അറിയുള്ളൂ? ബ്രഹ്മം എന്താണെന്ന് അറിയുന്ന ഒരാൾക്കേ അറിയുള്ളൂ. ബ്രഹ്മജ്ഞാനിക്കേ അറിയുള്ളൂ. അപ്പോൾ ഹനുമാൻ ജ്ഞാനിയാണ്, ബ്രഹ്മജ്ഞാനിയാണ്. അപ്പോൾ നമ്മൾ രാമായണം വായിച്ചാൽ പോരെ. രാമായണത്തിൻ്റെ ഗരിമ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതേമാതിരി ഭാഗവതം വായിച്ചാൽ പോരെ, ഭാഗവതത്തിൻ്റെ ഗരിമ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, മായാഗുണങ്ങൾ തട്ടാത്ത സച്ചിദാനന്ദ വസ്തു ഞാൻ. പോയിന്റ് ബ്ലാങ്കായിട്ട് പറഞ്ഞു, 1000 കൊല്ലം സഗുണോപാസന ചെയ്താലും നിങ്ങൾ രക്ഷപ്പെടാൻ പോണില്ല ഭഗവാൻ പറയണു. കാരണം ഞാൻ സഗുണത്തിനെ സ്വീകരിക്കുന്നത് അവതാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. കല്ലിലും തുരുമ്പിലും എന്നെ കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് ചന്ദനം ചാർത്തി ധാരാളം വിളക്ക് വെച്ച വിഗ്രഹത്തിൽ മാത്രമല്ലേ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കണുള്ളൂ. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ. സ്വന്തം അമ്മയെയും അച്ഛനെയും ഉപദ്രവിച്ചിട്ടുള്ള നിങ്ങൾ
കല്ലിലുള്ള എന്നെ എങ്ങനെ മനസ്സിലാക്കും? ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടോ? ഞാൻ നിങ്ങളുടെ ഉള്ളിൽ തേജസ്സായിട്ട്, കൂടസ്ഥനായി, സർവജീവഗുഹാശനായിട്ട്, അന്തര്യാമിയായിട്ട് ഇരിക്കുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ എത്ര ആളും മനസ്സിലാക്കിയിട്ടുണ്ട്? ഭഗവാൻ ചോദിക്കണത്, ഞാൻ ചോദിക്കണതല്ല. അപ്പോൾ സച്ചിദാനന്ദ വസ്തു ഞാൻ, മനസ്സ് ഇന്ദ്രിയവും സ്വപ്നം പോലെഴും വിഷയങ്ങളിൽ ഓടാൻ വിടായിക. നിങ്ങൾ മനസ്സിൻ്റെയും ഇന്ദ്രിയത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും രീതിയിൽ വിഷയങ്ങളിൽ ഓടാൻ വിടായിക. വിഷയങ്ങൾ പിന്നാലെ നിങ്ങൾ ഓടരുത്. കാരണം എന്താ? അന്ധൻ തട്ടിത്തടഞ്ഞ് വീഴുന്ന പോലെ കണ്ണുണ്ടായാൽ പോരാ, കണ്ണടച്ച് യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ കള്ള് കുടിച്ചാൽ കണ്ണുണ്ട് പറഞ്ഞിട്ട് ഓടയിൽ വീഴാതെ ഇരിക്കുന്നുണ്ടോ? വിവസ്ത്രനാവണില്ലേ? നാണമുണ്ടോ? മാനമുണ്ടോ? സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും മുമ്പിൽ വിവസ്ത്രനായി മറ്റുള്ളവരെ ചീത്ത വിളിച്ച് മറ്റുള്ളവർ ചവിട്ടണതും അടിക്കണതും കൊണ്ടിട്ട് ജീവിക്കണതാണോ ശരി? അപ്പോൾ മനസ്സ് ഇന്ദ്രിയവും സ്വപ്നം പോലും വിഷയങ്ങളിൽ ഓടാൻ വിടായിൽ ഉടൻ ഈ വാസ്തവം കാണും ഏവനും. ഓരോരുത്തർക്കും എന്നെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ സാധ്യതകൾ നിങ്ങൾ ഉപയോഗിക്കണില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മനസ്സ് പറയുന്ന വഴിക്ക് പോവാതെ കണ്ടിരിക്കുക. എൻ്റെ ഉപദേശങ്ങൾ കേട്ട് ആ ഉപദേശങ്ങളെ സ്വയത്താക്കി ജീവിക്കണ്ടോ? നിങ്ങൾക്ക് എന്നെ കയ്യിലെടുത്ത് പിന്നെ യശോദമ്മ എന്നെ എടുത്ത് താരാട്ടിയെ കൂടുതൽ നിങ്ങൾക്ക് എന്നെ താരാട്ടാം. പക്ഷെ നിങ്ങൾ സന്നദ്ധരല്ല. മനസ്സ് ഇന്ദ്രിയവും സ്വപ്നം പോലെയും വിഷയങ്ങളിൽ ഓടാൻ വിടായിൽ ഉടൻ ഈ വാസ്തവം കാണും ഏവനും. അപ്പോൾ വാസ്തവം ഉണ്ട്. ഭഗവാനെ നമുക്ക് ചങ്ങാതിയായിട്ടും സതീർത്ഥനായിട്ടും പാർത്ഥസാരഥിയായിട്ടും അമ്മയായിട്ടും അച്ഛനായിട്ടും ഏട്ടനായിട്ടും അനിയനായിട്ടും അളിയനായിട്ടും ഗുരുവായിട്ടും ഒക്കെ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ പിടിച്ചു കുലുക്കിയാൽ വീഴുന്ന കായികനികളെ പോലെ കാശ് തരാനുള്ള ഒരാളാണ് ഈ വിഗ്രഹത്തിൽ ഒളിഞ്ഞിരിക്കണത് എന്ന് ധരിക്കാൻ ആരാ നിങ്ങളെ ഉപദേശിച്ചിട്ടുള്ളത്? അറിവില്ലാത്തവരെന്തെങ്കിലും ചെയ്യണു. ഈ ഫലശ്രുതി, സഹസ്രനാമത്തിന് ഫലശ്രുതി എഴുതി ചേർത്തതാണ്. അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിലെത്തിയാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ച് മെയിൻ സ്ട്രീമിലെത്താൻ വേണ്ടിയിട്ടാണ് അശ്വമേധയാഗം ചെയ്ത ഫലം കിട്ടും, സ്ത്രീനെ പാണിഗ്രഹണം ചെയ്ത് കൊടുത്താലത്തെ മോക്ഷം കിട്ടും, ഗുണം കിട്ടും എന്നൊക്കെ. സ്വർഗം എന്നുള്ളത് ഒരു കാൽപ്പന, അതെ, ഒരു കൽപ്പിത അവസ്ഥയാണ്. ഈശ്വരൻ എവിടെയാണെന്ന് ചോദിച്ചാൽ മേലെ ആകാശം ചൂണ്ടിക്കൊടുക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാൻ ചൂണ്ടിക്കാണിക്കാറില്ല. കാരണം എന്താ? ആകാശം എന്നുള്ളത് ഈശ്വരൻ്റെ ഒരു സൃഷ്ടിവിശേഷമാണ്. ഈശ്വരൻ്റെ മഹത്തത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ളതാണ് ആകാശം, കാറ്റ്, അഗ്നി, ജലം, ഭൂമി. ഈശ്വരനോ? ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ്. അതാണ് എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചതും ഭാഗവതം പറയണതും. അതാർക്കും വേണ്ട. അപ്പോൾ മനോനിരോധമാണാർക്കും ജന്മസാഫല്യ കാരണം. ജന്മസാഫല്യം അതാരുടെയും കുത്തകയല്ല. ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര, സ്ത്രീ, പുരുഷ, നപുംസ വ്യത്യാസമില്ലാതെ കണ്ട് ആർക്കും ജന്മസാഫല്യം. എങ്ങനെ? മനോനിരോധം, മനസ്സിനെ നിരോധിക്കുക, അധർമ്മത്തെ നിരോധിക്കുക, ധർമ്മത്തെ പുലുകുക, ധർമ്മത്തെ വാരിപ്പുണരുക. മനോനിരോധമാണാർക്കും ജന്മസാഫല്യ കാരണം. ക്ഷമാതി സർവം ഇതിനെ പ്രാപിപ്പാനുള്ള മാർഗമാം. അതായത് ശമം, ക്ഷമിക്കൽ, പൊങ്ങച്ചം കാണിക്കാതെ കണ്ട് വാസ്തവത്തിൽ എന്താണ് അതറിഞ്ഞ് നടക്കുക.
വാസ്തവത്തിൽ എന്താ? ബാലാഗ്ര ശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ. എൻ്റെ ഇന്ദ്രിയനാഥനായിട്ട്, ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ട് അകത്തുള്ളൊരു ചൈതന്യമാണ് ഈ സോക്കാൾഡ് ബ്രഹ്മം. അതിൻ്റെ പേരാണ് രാമൻ, കൃഷ്ണൻ എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു. അപ്പോൾ ശമാധി സർവം ഇതിനെ പ്രാപിപ്പാനുള്ള മാർഗമാം, ഇതൊന്നു സാധിപ്പതിനാണെല്ലാ വിധി നിഷേധവും. ഇത് മനസ്സിലാക്കലാണ്. മനസ്സിനെ നിരോധിച്ച് ജന്മസാഫല്യം അനുഭവിക്കുക. ധർമാർത്ഥ കാമ മോക്ഷത്തിൽ കൂടെ സ്ഥിതപ്രജ്ഞ എന്ന നിലയിൽ ഭക്തി, ജ്ഞാന, വൈരാഗ്യത്തിലിരിക്കുക. ഭക്തിജ്ഞാന വൈരാഗ്യം കൊണ്ടല്ല ധർമാർത്ഥ കാമ മോക്ഷം ഉണ്ടാവുന്നത്. ധർമാർത്ഥ കാമ മോക്ഷം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ഭക്തി. ഇതൊന്നു സാധിപ്പതിനാണ് എല്ലാ വിധി നിഷേധവും. കണ്ണിൽ നിന്നെത്രയും ദൂരപ്പെട്ടു ഞാൻ വാഴ്വതെപ്പോഴും, മനസ്സോടെത്രയും ചേർന്നു മിന്നുവാനോർത്തു മാത്രമാം. മനസ്സോടെത്രയും ചേർന്ന് മിന്നുവാനോർത്തു മാത്രമാം. എത്ര ദൂരത്താണെങ്കിലും കണ്ണുകൊണ്ട് കാണാം അല്ലേ? നമ്മൾ എത്രത്തോളം സഞ്ചരിക്കണം അത്രയും ഉള്ള സ്ഥലം കണ്ടുകൂടെ? അപ്പോൾ ഇതൊന്ന് അപ്പോൾ പറഞ്ഞു, കണ്ണിൽ നിന്ന് എത്രയും ദൂരപ്പെട്ടു ഞാൻ വാഴ്വതെപ്പോഴും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണു. ഞാൻ ഉള്ളിലിരിക്കണു. ഉള്ളിലേക്ക് നിങ്ങൾ ഈ കണ്ണ് അടച്ചിട്ട് അകക്കണ്ണ് കൊണ്ട് നിങ്ങൾ എന്താ എന്നെ നോക്കാത്തത്? വിരലുകൾ മടക്കണതും കൈകൾ മടങ്ങണതും കാലുകൾ പുറകോട്ട് മടക്കാൻ സാധിക്കണതും ഞാൻ ഉള്ളിലിരിക്കുക കാരണമാണ്. ഞാൻ ഇറങ്ങിപ്പോയാൽ നിങ്ങളുടെ കൺപീലികളെ അടയ്ക്കാൻ കൂടി നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ആദ്യം കണ്ണ് അടയ്ക്കും, അല്ലെങ്കിൽ ബീബൽസാവും. എത്ര സുന്ദരനാണെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ സോക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വരും. അതുകൊണ്ടാണ് മുകളിൽ നിന്ന് കീഴ്പോട്ടേക്ക് കൈകൊണ്ട് ഉഴിയും. മരണം സ്ഥിരീകരിച്ചാൽ ആ ചൂടാറിനോട് കൂടിയിട്ട് കണ്ണടയണം, പിന്നെ അത് തുറക്കില്ല. താടി പിടിച്ച് കെട്ടണം മരിച്ച ശവശരീരത്തിൽ. അല്ലെങ്കിൽ താടി ഈ കോൺക്രീറ്റ് മിക്സർ മാതിരി ഇങ്ങനെ പളർന്ന് കിടക്കും. അതിൻ്റെ ഒരു ലിവറുണ്ട്. ആ ലിവർ റിലീസ് ചെയ്യുമ്പോഴാണ് ഇവൻ വന്ന് ചാടുക. അത് നിലത്ത് മുട്ടും. മണൽച്ചാക്കിൻ്റെ മുകളിലാണ് വന്ന് വീഴുക. എന്നിട്ട് അതിൽ മെറ്റലും മണ്ണലും സിമെൻറ്റും ഒക്കെ ഇട്ടിട്ടാണ് ഇവൻ താടി പൊന്തിച്ചിട്ട് ഉള്ളിലേക്ക് ആക്കുക. എന്നിട്ട് ഈ ലിവർ 2-3 പ്രാവശ്യം ഷേക്ക് ചെയ്താൽ ഈ കീഴ്ത്താടി മാതിരിയുള്ള യന്ത്രത്തിൻ്റെ ഭാഗത്തിലുള്ളതൊക്കെ ആ റൊട്ടേറ്റ് ചെയ്യണ ബൗളിലേക്ക് വീഴുകയും അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ ഉള്ളിൽ 2-3 സംവിധാനങ്ങളുണ്ട് അതിനെ മിക്സ് ചെയ്യാൻ സാധിക്കണത്. അതിൽ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ഇട്ട് കൊടുക്കുന്നിട്ടാണ് കോൺക്രീറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇതൊന്നു സാധിപ്പതിനാണെല്ലാവിധ നിഷേധവും. കണ്ണിൽ നിന്നത്രയും ദൂരപ്പെട്ടു ഞാൻ വാഴ്വതെപ്പോഴും, മനസ്സോടെത്രയും ചേർന്ന് മിന്നുവാനോർത്തു മാത്രമാണ്. മനസ്സുകൊണ്ട് ദൂരത്തെ നമ്മൾക്ക് അടുപ്പിക്കാം. അതെങ്ങനെയാണ്? ഞാൻ പറയാം. നമ്മുടെ വേണ്ടപ്പെട്ടവർ എത്ര വിദൂരത്താണെങ്കിലും മനസ്സുകൊണ്ട് അവർ നമ്മുടെ ഒപ്പമുണ്ട്. ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ മനസ്സിൽ നിന്ന് അകറ്റാനും എത്രയോ വിദൂരത്താക്കാനും നമ്മൾക്ക് സാധിക്കും. ജ്ഞാനോപദേശം ഈ വണ്ണം ചെയ്തൻ ഗോപികൾ നിങ്ങളെ. ഇതൊരു ജ്ഞാനോപദേശമാണ്. ഭഗവാൻ ഗോപസ്ത്രീകൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. അത് നമുക്കും ബാധകമാണ്. ജ്ഞാനോപദേശം ഈ വണ്ണം ചെയ്ത് എൻ ഗോപികൾ നിങ്ങളെ വഞ്ചിക്കയല്ല. ഞാൻ നിങ്ങളെ വഞ്ചിക്കല്ല, നിങ്ങളെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് സ്റ്റേണാക്കി നിർത്തണം. നിങ്ങൾ നിങ്ങളുടെ സ്വയം കാലിൽ നിൽക്കണം. വഞ്ചിക്കയല്ല, എനിക്കുള്ളൊരു ഉദ്ദേശം മുര ചെയ്തിടാം. എൻ്റെ ഉദ്ദേശം, എൻ്റെ സ്റ്റാൻഡ്, ഞാൻ എന്തിനു വേണ്ടി നിലനിൽക്കുന്നു, നിങ്ങൾ എവിടെ നിൽക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ദൂരസ്ഥമാം പ്രിയപ്പെട്ട വസ്തുവിൽ പോലൊരിക്കലും ആവേശിക്കുകയില്ല. ഉള്ള മാർഗം കൺമുമ്പിൽ നിൽപ്പതിൽ. കണ്ണിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വസ്തുവിനോട് നിങ്ങൾ എങ്ങനെ പെരുമാറണോ
അതേപോലെ വിദൂരത്ത് വേണ്ടപ്പെട്ടവരെ നിങ്ങൾ സ്വാധീനിക്കണില്ലേ? ആലോചിച്ച് നോക്കൂ. അവരെ സ്വന്തം ഭർത്താവ് എത്ര വിദൂരത്തിലാണെങ്കിലും ഒരു എഴുത്ത് കിട്ടി. പണ്ടത്തെ കാലത്ത് അങ്ങനെയാണ്, ഒരു എഴുത്ത് കിട്ടി, അത് മുഖത്ത് കണ്ണിൽ വെച്ച് മാറത്ത് അടക്കിപ്പിടിച്ച് കരയുന്ന സ്ത്രീകൾ എത്ര ഉണ്ടായിട്ടുണ്ട്. എഴുത്ത്, ഒരു ഒബ്ജക്റ്റ്, തൻ്റെ പ്രിയതമൻ എഴുതിയ എഴുത്ത്. അപ്പോൾ ഇവിടെ എല്ലാവരുടെയും ഭർത്താവായിരിക്കുന്ന ഭഗവാൻ പറഞ്ഞ വാക്കുകൾ ഭഗവത്ഗീതയിലുള്ളത്, ആ ഭഗവത്ഗീതേനെ ആദരപൂർവം നമ്മൾ കണ്ണിൽ മുത്തി, ശിരസിൽ മുത്തി, ഇത് എൻ്റെ ശ്രീകൃഷ്ണൻ്റെ വാക്കുകളാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറോട് ചേർക്കാത്തത് എന്തുകൊണ്ടാണ്? അതിലുള്ള ഉപദേശങ്ങൾ നമ്മളെ തലയ്ക്ക് പിടിച്ചിട്ടില്ല. ഞാനിവിടെ ശ്രീകൃഷ്ണ കഥാമൃതം പറയുമ്പോൾ ആൾമോസ്റ്റ് എവറി ഡേ ഞാൻ ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. കാരണം എന്താ, ഞാൻ ആ സബ്ജക്റ്റിൽ ഇഴുകി യാത്ര ചെയ്യുകയാണ്. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ഒരു സ്റ്റാൻസ വായിക്കുമ്പോൾ ആ സ്റ്റാൻസയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഒരു ചെടിയായിട്ടോ ഒരു പുല്ലായിട്ടോ ഒരു മണൽത്തരിയായിട്ടോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോണായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അതാണ് ഈ എപ്പിസോഡുകൾ കഴിഞ്ഞാൽ ഞാൻ ഒരു സാധാരണക്കാരനാവണമെങ്കിൽ സമയമെടുക്കും. കാരണം എന്താ, എനിക്ക് കാശ് കൊടുക്കാതെ കണ്ട ഒരു ഉന്മാദാവസ്ഥ ഈ ശ്രീകൃഷ്ണ കഥാമൃതം അല്ലെങ്കിൽ ഭാഗവതം എനിക്ക് പ്രസൻറ്റ് ചെയ്യാണ്. അതെ എന്നാ മയിലുകൾ പറഞ്ഞത്. അപ്പോൾ ആവേശിക്കുകയിൽ ഉള്ളമാർക്കും കൺമുമ്പിൽ നിൽപ്പതിൽ മറ്റു വൃത്തികളൊട്ടാകെ അകന്ന് എന്നിലതേ വിധം. നോക്കൂ, ആ 4 വരി. ആവേശിക്കുകയിൽ ഉള്ളം ആർക്കും കൺമുമ്പിൽ നിൽപ്പതിൽ മറ്റു വൃത്തികളൊട്ടാകെ അകന്ന് എന്നിൽ ഇതേ വിധം. പ്രിയതമൻ്റെ, അച്ഛൻ്റെ, അമ്മയുടെ, സ്വന്തം മക്കളുടെ, മരുമക്കളുടെ കത്തുകൾ വരുമ്പോൾ അല്ലെങ്കിൽ ഫോൺ വിളികൾ വരുമ്പോൾ ഏതെങ്കിലും അമ്മ പറയുമോ എനിക്ക് സുഖമില്ല മക്കളെന്ന്? പറയില്ല. കാരണം എന്താ, ഞാൻ സുഖമായിരിക്കണത് ആണ് അവർക്കിഷ്ടം. അതുകൊണ്ട് അവരവരുടെ വിഷമങ്ങൾ മക്കളോട് പറയില്ല. അപ്പോൾ ബുദ്ധിയുള്ള മക്കളും അതേപോലെ അവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ പറയില്ല, പറയാൻ പാടില്ല. കാരണം ഈ ദൂരം കാശുണ്ടായിട്ട് കാര്യമില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾക്ക് അസുഖമാണെന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവില്ല അവർക്ക്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് അസുഖം ഇല്ല എന്ന് അവരെ പ്രിട്ടൻഡ് ചെയ്യണം. ചിലത് അവർക്കറിയാം, നമ്മുടെ മുഖം കണ്ട അവർ പറയും എന്താ അച്ഛനൊരു ക്ഷീണം, എന്താ അമ്മയ്ക്കൊരു ക്ഷീണം. ഒന്നുമില്ലടാ, ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ്. കാരണം മനസ്സിലുണ്ട് കൃഷ്ണനാണ്, മനസ്സിൽ ഗുരുവായൂരപ്പനാണ്. എന്താ സംഭവിക്കാനുള്ളത് അതേ സംഭവിക്കൂ. അവിടെ അവർക്ക് സുഖമില്ല എന്ന് അറിഞ്ഞു വിചാരിക്കുക, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴും വിചാരിക്കണം കൃഷ്ണനുണ്ട് അവിടെ, കൃഷ്ണൻ നോക്കിക്കോളും. ആ ഒരു ഉറപ്പ് നമ്മൾക്കുണ്ടാവണം. അതുകൊണ്ടാണ് പറഞ്ഞത്, മറ്റു വൃത്തികളൊട്ടാകെ അകന്ന് എന്നിലിതേ വിധം മനസ്സുറയ്ക്കും. എന്നിൽ നിങ്ങളുടെ മനസ്സുറച്ചിട്ടുണ്ട്, അതങ്ങനെ നിൽക്കട്ടെ. മനസ്സുറയ്ക്കും ഉടൻ നിങ്ങൾ എന്നോടണഞ്ഞിടും. ഭഗവാൻ എത്ര വിദൂരസ്ഥനാണെങ്കിലും ഭഗവാനെ നമ്മൾ നമ്മുടെ മനസ്സിലിട്ട് താലോലിക്കുമ്പോൾ ആ മനസ്സിൽ നമ്മൾക്ക് അലിഞ്ഞു ചേരാൻ എന്താ പ്രശ്നമുള്ളത്? ഒരു പ്രശ്നമില്ല. രാസലീലയിലെന്നെത്താനാവാത്ത ചില ധന്യകൾ, രാസലീലയിൽ അന്നെത്താനാവാത്ത ചില ധന്യകൾ. എത്തിയവരും ധന്യകളാണ്, എത്താത്തവരെ ഇവർ പറഞ്ഞത് കേട്ടിട്ട് ധന്യകളാവണം. ചിന്താതീവ്രയാൽ എന്നെ പ്രാപിച്ചാരോർമ്മയില്ലയോ. ചിന്താ തീവ്രത, ആ തീവ്രത എന്നുള്ളത്
സ്വർണ്ണലിപിയിൽ എഴുതണം. എപ്പോഴും നന്മ മാത്രമേ ചിന്തിക്കാവൂ, തിന്മ ചിന്തിക്കരുത്. ഒരു വ്യക്തിയിൽ 99 ദോഷവും ഒരു ഗുണമുണ്ടെങ്കിൽ ആ ഒരു ഗുണത്തെ മാത്രമേ നമ്മൾ പറയാവൂ. അതൊരു ആർട്ട് ഓഫ് ലിവിങ് ആണ്. ഈ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറഞ്ഞാൽ അത് കാശ് കൊടുത്ത് പഠിക്കേണ്ടതല്ല. അങ്ങനെയാണ് ഇപ്പം നടക്കണത്. അതെന്തായിക്കോട്ടെ. ഭാഗവതം പുസ്തകത്തിൻ്റെ വിലയല്ലേ ഉള്ളൂ. പിന്നെ അതിലുള്ളത് വായിച്ച് മനസ്സിലാക്കേണ്ടത് അവരവരുടെ ബുദ്ധിയല്ലേ. അപ്പോൾ ചിന്താതീവ്രതയാൽ എന്നെ പ്രാപിച്ചാരോർമ്മയില്ലയോ. അപ്പം ഞാൻ ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ കിളിപ്പാട്ട് ആണ് തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് കാരണവർ എൻ്റെ ഗുരുനാഥൻ എനിക്ക് കരുനാഗപ്പള്ളി മുഴങ്ങോട്ടുള്ള കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ ഭാഗവതം. അത് കഴിഞ്ഞിട്ട് ഞാൻ മൂലം വാങ്ങി. നാട്ടിൽ വന്നിട്ട് ഞാൻ തിരുമുമ്പിൻ്റെ ഭാഗവതം വാങ്ങി. അത് കഴിഞ്ഞിട്ട് താമരശ്ശേരി കൃഷ്ണൻ ഭട്ടതിരിപ്പാണ് ശ്രീകൃഷ്ണ കഥാമൃതമായി. സബ്ജക്റ്റ് ഒന്ന് തന്നെയാണ്. പക്ഷേ എൻ്റെ ഉദ്ദേശം എന്താ, എങ്ങനെയാണ് സ്ഥിരപ്രജ്ഞയിലേക്ക് എത്തുക, പ്രജ്ഞതയിലേക്ക് എങ്ങനെ എത്തുക, എന്നാലല്ലേ എനിക്ക് മറ്റുള്ളവരെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ സ്വാർത്ഥബുദ്ധിയുള്ള ആളല്ല. ഞാൻ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ഞാൻ പഠിക്കുകയാണ്. പക്ഷെ ഞാൻ കഴിയണവരെൻ്റെ ഒപ്പം വന്നോട്ടെ. അതിൽ കുറേ ആൾക്കാർ എൻ്റെ ഒപ്പം ഉണ്ടേനി. 99-20കളിൽ തുടങ്ങിയിട്ടുള്ള ഈ യാത്ര ഇപ്പോൾ 24-ലും ഒപ്പമുള്ളവരുണ്ട്. അതിലെനിക്ക് ബഹുമാനമുണ്ട്. ആരോട്? ഭഗവാനോട്. എന്തുകൊണ്ട്? സമാന്തരമായി ചിന്തിക്കുന്ന ചിന്താ തീവ്രതയുള്ള ആൾക്കാരാണ് എൻ്റെ ഒപ്പം. അപ്പോൾ ചിന്താതീവ്രതയാൽ എന്നെ പ്രാപിച്ചാരോർമ്മയില്ലയോ, പ്രിയ സന്ദേശം ഈ വണ്ണം നുകർന്നേടിന ഗോപികൾ. ഈ പ്രിയ സന്ദേശം നുകർന്നേടിന ഗോപികൾ ഉൾപ്പൂവിലൊട്ടൊരാശ്വാസമാർന്ന്. അവർക്ക് ആശ്വാസമായി. ഭഗവാന്റെ വാക്കുകൾ, ഭഗവാൻ കിടക്കുന്നത് മധുരയിൽ, ആ വാക്കുകൾ ഉദ്ധവർ ദൂതായി വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം തന്നെ അവർക്ക് ആശ്വാസമായി. ചോദിച്ചുമെല്ലവേ അവിടേക്ക് എത്രയും സൗഖ്യം തന്നെ അല്ലീ മഹാമതേ. അതുവരെ ചീത്ത വിളിച്ചിട്ട ആളാ. ഒരു വണ്ടിനെയും ചീത്ത പറഞ്ഞു. അക്രൂരിനെ പോലെ ഇനി ആരേനെ കൊണ്ടുപോകണത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അവിടേക്ക് എത്രയും സൗഖ്യം തന്നെ അല്ലീ മഹാമതി. ഹരേത് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. അമ്മയച്ഛനുമല്ലോർക്കിൽ എല്ലാം പുതുകിയിൽ, അമ്മയച്ഛനും അല്ല ഓർക്കിൽ എല്ലാം പുതുകിയില്ലയോ, എല്ലാം പുതുകിയില്ലയോ. അമ്മയച്ഛനുമല്ല ഓർക്കിൽ എല്ലാം പുതുകിയല്ലയോ. നമ്മളെ അനുശാസിക്കുക, നമ്മളെ പ്രബോധിപ്പിക്കുക. ചിരിച്ചും നർമ്മസല്ലാപം ചെയ്തുകൊണ്ടും മനോജ്ഞനെ മധുരാങ്കനമാർ വിട്ടുപിരിയില്ലൊരിടത്തിലും. ഉദ്ധവരിൽ നിന്ന് പോണില്ല അവരെ. കാരണം എന്താ? ഉദ്ധവർ ചെയ്തിട്ടുള്ളൊരു സഹായം അവരവരുടെ ചിന്താതീവ്രത നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഉപോത്ബലകമായി. ആരെ? ഉദ്ധവരെ. അതുവരെ കൃഷ്ണനെയും കൃഷ്ണൻ്റെ ആറ്റിറ്റ്യൂഡിനെയും നെഗറ്റിവിറ്റിയിൽ വെച്ചിട്ടുള്ള സ്ത്രീകൾ അദ്ദേഹത്തിൻ്റെ ദൂത് കേട്ടപ്പോഴേക്കും നിങ്ങൾക്ക് സുഖമല്ലേ, മധുരാങ്കനമാർ വിട്ടുപിരിയിൽ ഒരിടത്തിലും രാജപുത്രികളും മറ്റും ഒത്തുചേർന്നുല്ലസിക്കവേ വലുതാം നില കൈവിട്ട് ഈ ഗോകുലത്തിൽ വരില്ലിനി. അപ്പോഴേക്കും ഭഗവാന്റെ കാര്യമാണ് പറഞ്ഞത്. അവിടെ രാജകീയ പ്രൗഢിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് അല്ലേ? ആരെ? കൃഷ്ണൻ.
രാജപുത്രികളും മറ്റും ഒത്തുചേർന്നുല്ലസിക്കവേ വലുതാം നില കൈവിട്ട് ഈ ഗോകുലത്തിൽ വരില്ലിനി, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടല്ലോ ഒരാളെ കൊണ്ടുമോർക്കുകിൽ, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടല്ലാരാളെ കൊണ്ടുമോർക്കുകിൽ, കൃതാർത്ഥനാകും അവിടേക്കുള്ളൊരു ആവശ്യം മൊഴിയിൽ. കൃതജ്ഞത എന്നല്ലാതെ കണ്ട് കൃതജ്ഞത 4 അക്ഷരമാണ്. കൃതജ്ഞത എന്ന് പറഞ്ഞാൽ കൃതജ്ഞത ഇല്ലാത്തതെന്ന് അർത്ഥം. അപ്പോൾ ആ കൃതജ്ഞത ഉണ്ടല്ലോ, അത് മതി. നമ്മളാകുന്ന പൂമ്പട്ടിലാണ് അദ്ദേഹം ശയിക്കണത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളെ സദാസമയത്തും ഓർക്കണുണ്ടെന്നാണ്. അതല്ലാണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ലല്ലോ. ഒരാൾ എന്ത് വിചാരിക്കണു എന്നുള്ളത് അത് അയാളുടെ മനോബലമാണല്ലേ. അപ്പോൾ കൃഷ്ണൻ പറയണു, ഞാൻ ഗോകുലത്തിലെ ഗോപസ്ത്രീകളെ ആലോചിക്കുന്നുണ്ട്. അത് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ പറഞ്ഞു, കൃതാർത്ഥനാകും അവിടേക്കുള്ളൊരാവശ്യം മൊഴിയിൽ, വൈരാഗ്യമാം സുഖം വേശയാകിലും ചൊല്ലി പിങ്കള. വൈരാഗ്യമാം സുഖം, വൈരാഗ്യമാം സുഖം, വിരാഗം, ഒന്നിനോടും രാഗമില്ലാത്ത അവസ്ഥ. ഒന്നിനോടും എന്ന് പറഞ്ഞാൽ ഒന്നിനോടുണ്ടെന്ന് അർത്ഥം പറയണം. അതാരാ? ആത്മാവിനോട്. ആത്മാവാകുന്ന ശ്രുതിയിൽ എല്ലാവരും ഒരു ശ്രുതി വേണം അല്ലേ. അപ്പോൾ വൈരാഗ്യമാം സുഖം, വിരാഗം, ഒന്നും വേണ്ട എനിക്ക്, എല്ലാം ഉണ്ട്, ഒന്നും വേണ്ട. അപ്പോൾ ചില വിചാരിക്കുകയാണ് മണ്ട, ഞങ്ങൾക്ക് ജീവിക്കാറിയില്ലേ എന്ന്. അവരുടെ ഒരു അർത്ഥത്തിലല്ല എൻ്റെ അർത്ഥം. എന്നോട് എത്ര ആൾക്കാർ എന്താ ഡെൻമാർക്ക് പോവാത്തത്, എന്താ ഷാർജയിലേക്ക് പോവാത്തത്? ഞാൻ പറഞ്ഞു, കരുതി കൂട്ടിയിട്ട് ഞാൻ പാസ്പോർട്ടൊക്കെ എടുത്തിട്ടില്ല. പാസ്പോർട്ട് എടുത്താലല്ലേ നിങ്ങൾ ധൃതി കൂട്ടുള്ളൂ. എനിക്കതിന് താല്പര്യമില്ല. കാരണം എന്താ? എനിക്കതിന് തക്കതായ കാരണങ്ങളുണ്ട്. എന്താ കാരണം? വേദത്തിൽ പറയണു, ദൃശ്യത്തിൽ ഭ്രമിക്കരുത്. എന്താ നിങ്ങൾ കാണുന്നത്? അതൊക്കെ ടി വിയിലും യൂട്യൂബിലും കാണുന്നുണ്ടല്ലോ. പിന്നെ ജോലിക്ക് പോകണം മക്കളെ നമ്മളെന്തിനാണ് ബുദ്ധിമുട്ടിക്കണത്? അപ്പം നമ്മളെ കൊണ്ട് ശരീരമല്ലായ്മ കൊണ്ട് നമ്മൾ എടുത്തു കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഓക്കെ, അവർ കൊണ്ടുപോയിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. ഇപ്പം എനിക്ക് നന്നായിട്ട് സാധിക്കും. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കണു, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കണു, നാർത്തെണീക്കണു, കുളിക്കണു, വിളക്ക് വയ്ക്കണു. മഴ വരുമ്പോൾ മാത്രം ദീപാരാധനയ്ക്ക് വിളക്ക് വയ്ക്കാറില്ല, അല്ലെങ്കിൽ ദീപാരാധനയ്ക്ക് വിളക്ക് വയ്ക്കും. 41 വരിയിൽ 3 വരി ചേരാതെ വയ്ക്കണില്ല ദിവസേന. പിന്നെന്താ? ദീപാവലി അല്ലേ, എല്ലാ ദിവസവും ദീപാവലിയാണ്. അതിനുള്ള കാശുണ്ട്. അതെനിക്ക് ചിലവല്ല. ഞാൻ വിചാരിക്കും, ഞാൻ വൈകുണ്ഠത്തിലാണ് എൻ്റെ ധാരണ. അവിടെ സപ്താഹത്തിന് സാക്ഷ്യഭൂതനായിട്ടുള്ള വിഗ്രഹം, നവാഹത്തിന് സാക്ഷ്യഭൂതയായിട്ടുള്ള കണ്ണാടി ബിംബം, ശിവപുരാണം ചെയ്തതിന് സാക്ഷിയായിട്ടുള്ള ശിവലിംഗം, 1008 നാളികേരം എറിഞ്ഞ് ചെയ്തിട്ടുള്ള കിരാത വപുഷേനവ, കിരാതമൂർത്തിക്ക് വേട്ടക്കരൻ പാട്ട് നടത്തിയതിൻ്റെ സൂചകമായിട്ടുള്ള എന്താണെന്നാ പറയുക, ഒരായുധമുണ്ട് പേര്. അതിനൊക്കെ വെച്ച് ദിവസേന പൂജിക്കണം. അവരാണ് എൻ്റെ കാവലാൾക്കാർ. അവർ പ്രീതിപ്പെട്ട അവർ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാൻ കാരണം? ഞാൻ അവരെ മാനിക്കണു. അപ്പോൾ 33 മിനിറ്റായി, നിർത്താൻ പോയി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? അന്യാശയാം കൈവെടിഞ്ഞതവൾ ഗോവിന്ദവാശ്ചയാൽ. വേദാന്താണ് പറഞ്ഞത്. എന്താ? കൃതാർത്ഥനാകും അവിടേക്കിൽ ഒരാവശ്യം മൊഴിയിൽ, വൈരാഗ്യമാം സുഖം വേശ്യയാകിലും ചൊല്ലി പിങ്കള. ഒരു വേശ്യയ്ക്ക് കൂടി വൈരാഗ്യമാണ് സുഖം തരണത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാധാരണ ബുദ്ധിയുള്ള നമ്മൾക്കെന്താ രക്ഷപ്പെട്ടുകൂടെ? പിങ്കള വിടാനാവില്ല അതോർത്താലും ഞങ്ങൾക്ക് ഈ ആശ കൃഷ്ണനിൽ. അവിടെയാണ് ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ആ വാക്ക് കിട്ടിയത്. വിടാനാവില്ല അത് ഓർത്താലും ഞങ്ങൾക്ക് ഈ ആശ കൃഷ്ണനിൽ, അന്യാശയാം കൈവെടിഞ്ഞ്
കൈവെടിഞ്ഞത് അവൾ ഗോവിന്ദവാശയാൽ. അന്യാശയാം കൈവെടിഞ്ഞതവൾ ഗോവിന്ദവാശയാൽ. ഗോവിന്ദനോടുള്ള താല്പര്യം കൊണ്ട് അന്യ ആശകളൊക്കെ നമ്മൾ വിടണം. കാരണം ഏതെല്ലാം ആശകൾ നിറവേറ്റിയാലും അതൊക്കെ ദുഃഖം തരുന്നതാണ്. ഗോവിന്ദചരണാംഭോജത്തിൽ മനസ്സിനെ പിടിച്ച് കെട്ടുക എന്നുള്ള ആശ എപ്പോഴും നമ്മൾക്ക് സന്താപരഹിതമായ സൗഹൃദമായിട്ടൊരു അന്തരീക്ഷത്തിൽ തരും. സന്താപങ്ങളില്ലാത്ത, അതല്ല ആവശ്യം, മനസ്സിന് ഉണർവും കൃതജ്ഞതയും ഉണ്ടാകുന്ന ഒരവസ്ഥയല്ലേ നമുക്ക് വേണ്ട. അതിനാണല്ലോ ഈ പീസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞത്. എന്താ പീസ്? PEAC, സമാധാനം. PIC അല്ല, കഷ്ണമല്ല, പീസ്. രണ്ട് ശബ്ദം ഒന്നാ. അപ്പോൾ ശാന്തിയും സമാധാനം വേണോ? നമ്മുടെ മനസ്സ് ഭഗവത് പാദാരവിന്ദത്തിൽ വെച്ച് നമസ്കരിക്കാൻ നിവർത്തിയുള്ളൂ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.